ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ ഈ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു മുൻകരുതലും എടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ലതീഷ്. ഒപ്പം ഇതിൻ്റെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണമാണ് അവർക്ക് നൽകാനുള്ളത്? കെട്ടിട നിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ വലിയ തോതിൽ മണ്ണെടുക്കൽ ഇവിടെ നടന്നു. ആ മണ്ണെടുക്കലിൻ്റെ ഭാഗമായാണ് ഈ വലിയ അപകടം ഉണ്ടായത്. എന്തായാലും ഈ നാട്ടുകാർ എന്നുള്ള നിലയിൽ ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കാൻ തോന്നുന്നു. എന്താണ് ചേച്ചി സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിന് മാസങ്ങളായിട്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പല സ്ഥലങ്ങളിലും ഇതിനുവേണ്ടി എതിരെ പരാതി കൊടുത്തു. അതിനൊന്നും എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ കിട്ടിയിട്ടില്ല. ആ വീടല്ല, ആ വീടാണെങ്കിൽ തുടക്കമല്ലേ, ഈ വഴിയെല്ലാം കടന്നിട്ട് പോകുന്ന വീടാണ് നമ്മളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഈ ഒരൊറ്റ വഴിയുള്ളൂ. ഓക്കെ, ഇതേ ആരോ കണ്ടു, ആളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഷമി മൂന്നാമനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഷമി ആളെ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് നിർമ്മാണ തൊഴിലാളിയായ ഒരാളെ കണ്ടെത്തിയത്. അദ്ദേഹത്തെ പുറത്തെടുക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുകയാണ്. രണ്ടുപേരെ ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. എന്നാൽ പിന്നീട് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലാണ് ആളുകൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്, അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മൂന്നാമനായുള്ള തിരച്ചിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം വലിയ തോതിൽ മണ്ണെടുപ്പ് നടന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 2-3 തവണയായി വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ആ മണ്ണിടിച്ചിലാണ് തൊഴിലാളികൾ 3 തൊഴിലാളികൾ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മൂന്നാമനെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് മൂന്നാമത്തെ ആളെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞത്.